എന്റെ രക്ഷകാ, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ. എന്നുള്ളത്തിൽ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാ ഭാഗ്യനാ യേശു എൻ പാപം തീർത്തനാ. കാത്തു പ്രാർത്ഥിക്കാറാക്കിത്ത ആർത്തു ഘോഷിക്കാറാക്കിത്ത ഭാഗ്യനാ ഭാഗ്യനാ യേശു എൻ പാപം തീർത്തനാ. വൻക്രിയയെ നിൽ നടന്നു കർത്തനെൻ്റെ ഞാൻ അവൻ്റെ. താൻ വിളിച്ചു ഞാൻ പിൻചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. സങ്കീർത്തനം 38-39. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രാനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുതേ. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുവടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. എൻ്റെ ഭോക്ഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞ് നാറുന്നു, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയായിരിക്കുന്നു. ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു, എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞെരുക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ഞെരുക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ വെളിച്ചം എനിക്ക് ഇല്ലാതെയായി. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു, എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവൻ കെണിവെക്കുന്നു. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാത്തനം സംസാരിക്കുന്നു. അവർ ഇടവിടാതെ ചതിവ് ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചെകടിനെ പോലെ കേൾക്കാതിരുന്നു, വായി തുറക്കാതെ ഓമനെ പോലെ ആയിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയുമായിരുന്നു. യഹോവേ, നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ എൻ്റെ നേരെ വമ്പ് പറയുമല്ലോ. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു, എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. എൻ്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ, എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. യഹോവേ, എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ, എന്നോടകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയാവുന്ന കർത്താവേ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ
ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടവും പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തവനെ പോലെ ആയിരിക്കുന്നു. ഏതു മനുഷ്യനെയും ഉറച്ചെന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആര് അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുതേ. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈകളുടെ അടിയാൽ എന്നെ ക്ഷയിച്ചിരിക്കുന്നു, ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശാസ്ത്രമത്രേ ആകുന്നു. യഹോവ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതെ ഇരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതി. ബാറക്മോ. സ്വസ്ഥമില്ലാത്ത മനമേ, കർത്തനിൽ നീ ആശ്വസിക്ക. ക്രിസ്തേശുവിൽ എന്നാനന്ദം പാടും ഞാൻ അന്ത്യകാലത്തും. ഭാഗ്യനാ യേശു എൻ പാപം തീർത്തനാ. കാത്തു പ്രാർത്ഥിക്കാറാക്കിത്ത ആർത്തു ഘോഷിക്കാറാക്കിത്ത. ഭാഗ്യനാ യേശു എൻ പാപം തീർത്തനാ.